മറ്റു കുട്ടികൾ തന്റെ ഇഷ്ട കലാരൂപം കെട്ടിയാടുമ്പോൾ ഒരു കാഴ്ചക്കാരനെ പോലെ കണ്ടു നിൽക്കാൻ മാത്രമേ സയ്യിദിന് കഴിയുന്നുള്ളൂ. ജില്ലാ കലോത്സവത്തിൽ കഥകളി വിഭാഗത്തിൽ ബി ഗ്രേഡ് ലഭിച്ച സയ്യിദ് ഷിഫാസിന് പക്കമേളക്കാരില്ലാതെ കഥകളി അവതരിപ്പിച്ചു എന്ന കാരണത്താലാണ് സംസ്ഥാന കലോത്സവത്തിലേക്കുള്ള അവസരം നിഷേധിക്കപ്പെട്ടത്. മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും പോലുള്ള ശാസ്ത്രീയ നൃത്ത ഇനങ്ങൾക്ക് പക്കമേളമില്ലാതെ റെക്കോർഡ് ചെയ്ത സംഗീതം ഉപയോഗിക്കാൻ അനുമതിയുണ്ട്. സമാന രീതി കഥകളിയിലും കൊണ്ടുവരണമെന്നാണ് ഈ അമ്മയുടെയും മകന്റെയും ആവശ്യം. വരുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു ഭാരിച്ച ചെലവാണ്. നമുക്കിത് ഒരു തവണ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അത് 3 പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കഥകളിയിലെ ഓഡിയോ ഉപയോഗിക്കുക, ലൈവായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് CD ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം സർക്കാർ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള കുട്ടികൾക്ക്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. പരാതിയോ പരിഭവമോ ഇല്ല. തന്നെ പോലുള്ള കലാകാരന്മാർക്ക് ഇത്തരം തടസ്സങ്ങളില്ലാത്ത സ്വപ്നവേദികൾ കീഴടക്കാനാകണമെന്ന ആഗ്രഹം മാത്രം. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇക്കാര്യം ഉന്നയിച്ച് ഷിഫാസ് നിവേദനവും നൽകിയിട്ടുണ്ട്. പക്കമേളക്കാരോടുള്ള ഒരു എതിർപ്പല്ല, അവർ കഥകളിയിൽ വേണം. തീർച്ചയായും ഞാനൊക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു ആർട്ടിസ്റ്റായിട്ട് വരുമ്പോൾ അവർ ഇല്ലാതെ കഥകളിയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. പക്ഷേ കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സാമ്പത്തികപരമായിട്ട് ഇത്രയും എല്ലാവരെയും താങ്ങാനായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് കുട്ടികൾക്കില്ല. സർക്കാരിൽ നിന്ന് അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം പൂജ രമേശ്, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.